ഹായ് ഗൈസ്, ഇന്നത്തെ അടുത്ത വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് ബുക്കിംഗ് ഏർലി അപ്പോയിൻമെന്റ്, എങ്ങനെ ഏർലി അപ്പോയിൻമെന്റ് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ്. അതായത് ഒരുപാട് മാർഗമുണ്ട് ഏർലിയസ്റ്റ് അപ്പോയിൻമെന്റ് നിങ്ങൾക്ക് എടുക്കാൻ. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളത് ആക്ച്വലി, ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മളെ പോലെ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരാൾക്ക് 24 മണിക്കൂർ ഒരു വെബ്സൈറ്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ വാലിഡ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് നമുക്ക് എടുക്കാം? ഇത് പറയുന്നതിന് മുമ്പ് തന്നെ 3 തരത്തിലുള്ള ഏർലിയസ്റ്റ് അപ്പോയിൻമെന്റ് സർവീസസ് ആണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമേറ്റഡ് ബോർഡ്സ്, സോഫ്റ്റ്വെയർസ് വെച്ചിട്ടുള്ള അപ്പോയിൻമെന്റ്സ് ഉണ്ട്. അതായത് അമേരിക്കൻ ബുക്കിംഗ് സിസ്റ്റത്തെ ഹാക്ക് ചെയ്തുകൊണ്ടും എടുക്കുന്ന അപ്പോയിൻമെന്റ് സിസ്റ്റമാണ്. പിന്നെ ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻസ് ഉണ്ട്, അത് പർച്ചേസ് ചെയ്തിട്ട് അതുവഴി അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് സ്ലോട്ട് നോക്കി 24/7 മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. പിന്നെ ബുക്ക് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാമിലുള്ള യൂസേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അപ്പോയിൻമെന്റ് ബുക്കിംഗ് സിസ്റ്റത്തെ ഹാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇത് ആദ്യമായിട്ട് ഞാൻ പറയും, ഓരോന്നിൻ്റെയും നല്ലതും ചീത്തയും ഞാൻ പറയാം. അതായത് ഈ ബോട്ടുകൾ ഉപയോഗിച്ചും ഹാക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സ്ലോട്ടുകൾ എപ്പോൾ വേണേലും ക്യാൻസൽ ചെയ്യപ്പെടാം. US എംബസി കഴിഞ്ഞ മാസം ഏകദേശം 3000-ഓളം അപ്പോയിൻമെന്റ്സ് ആണ് ക്യാൻസൽ ചെയ്തത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ they know something is happening inside their system, so someone is hacking the system or so അങ്ങനെ അങ്ങനെയുള്ള അപ്പോയിൻമെന്റ് വളരെ പെട്ടെന്ന് കിട്ടും, വളരെ ചിലവ് കുറവായിരിക്കും. ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഡോണ്ട് ഫാൾ ഇൻ ടു ദ ട്രാപ്പ്. അതൊരു ട്രാപ്പാണ്. നിങ്ങൾ അങ്ങനെയുള്ള ബുക്കിംഗ് ഏജൻസിന് പൈസ കൊടുത്ത് വഞ്ചിതരാവരുത്. അങ്ങനെയുള്ള അപ്പോയിൻമെന്റ്സിന് കുമ്മളയുടെ ഗ്യാരണ്ടി പോലും ഇല്ല. പിന്നെ നമുക്ക് എങ്ങനെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം? പിന്നെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്ന പറയണം, ഒന്നുകിൽ നിങ്ങൾ തന്നെ ആ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഒരു 24/7 മോണിറ്ററിങ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. രണ്ടാമത് മാനുവലായിട്ട് ബുക്ക് ചെയ്യുന്ന ഏജൻസിനെ കണ്ടെത്തി അവർക്ക് പൈസ കൊടുത്ത് ബുക്ക് ചെയ്യാം. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ എല്ലാ ബുക്കിങ്ങുകളും നമ്മൾ മാനുവലായിട്ട് ബുക്ക് ചെയ്യുന്ന ഏജന്റ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അവർക്ക് സ്റ്റാഫുകളുണ്ട്. ഈ സ്റ്റാഫുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 24/7 ഈ സൈറ്റ് മോണിറ്റർ ചെയ്ത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യും. ബട്ട് ദ ഫീ വിൽ ബി ഹൈ. നമ്മൾ പറഞ്ഞ 5000 രൂപയ്ക്കൊന്നും പരിപാടി നടക്കില്ല. കാരണം എൻ്റെ ക്ലയൻസിനൊക്കെ അറിയാവുന്നതാണ്, അപ്പോയിൻമെന്റ് ബുക്കിങ്ങിന് മാത്രം ഒരു ഇൻഡിവിജ്വൽ ക്ലയന്റിന് 20,000 to 25,000 ആണ് ചാർജ് വരുന്നത്. ഇപ്പോഴത്തെ നിലവിൽ മാനുവലായിട്ട് ബുക്ക് ചെയ്യുന്ന പല ഏജൻസും ഒരു സ്ലോട്ടിന് നമുക്ക് 30 മുതൽ 40 വരെ ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജന്റ് ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട്. സോ അവർ നമുക്ക് ഒരു അപ്പോയിൻമെന്റിന് വളരെ കുറഞ്ഞ റേറ്റിൽ, ഇപ്പോൾ 20 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ആൾക്ക് 20 ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി ആകുമ്പോഴത്തേക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പീപ്പിൾ ആ അപ്പോയിൻമെന്റിന്റെ കാശ് കൂടും. അപ്പം പറഞ്ഞു വന്നത്, നമ്മൾ അപ്പോയിൻമെന്റ് ബുക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ 5000 രൂപയ്ക്ക് കിട്ടുന്ന ഓട്ടോമാറ്റിക് അപ്പോയിൻമെന്റ്സ് വാങ്ങരുത്. വാങ്ങിക്കഴിഞ്ഞാൽ അത് അപ്പം വേണം ക്യാൻസൽ ആകാൻ, നിങ്ങളുടെ അടച്ച വിസ ഫീസ് വരെ വെറുതെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. സോ പൈസ ഇനി ഏർലിയസ്റ്റ് അപ്പോയിൻമെന്റ് ഡേറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ അപ്പോയിൻമെന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഗ്രൂപ്പ് അപ്പോയിൻമെന്റ്സും സിംഗിൾ അപ്പോയിൻമെന്റ്സും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ആ സ്ലോട്ട് റിലീസ് ആയിക്കൊണ്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 1 year ഗ്യാപ്പിൽ സ്ലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു വളരെ ചെറിയ വീഡിയോ ആണ്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം പലർക്കും ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, അപ്പോയിൻമെന്റ് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അവസാനമായിട്ട് കാര്യം കൂടെ പറയുമ്പോൾ, അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ഡേറ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 60 days കഴിഞ്ഞുള്ള ഡേറ്റ് ബുക്ക് ചെയ്യുക. ഇന്ന് അപ്ലൈ ചെയ്ത് അടുത്ത ആഴ്ചത്തേക്ക് അപ്പോയിൻമെന്റ് ഒരിക്കലും എടുക്കരുത്. അത് ഒരിക്കലും ഞാൻ എന്റർടൈൻ ചെയ്യത്തില്ല. കാരണം നിങ്ങളുടെ ട്രിപ്പ്, വെദർ ഇറ്റ്സ് എ ബിസിനസ് ട്രിപ്പ് ഓർ എ vacation, it should be planned. The American government, the US consulate expect you to be planned on all your activities in US. So ഇന്ന് ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ട് നാളത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് നാളത്തേക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത they will be confused about your intent. So പിന്നെ എമർജൻസി ആപ്ലിക്കേഷൻസ്, റെയർ സിനാരിയോസ് ഉണ്ട്, ഹോസ്പിറ്റൽ കേസസ്, അങ്ങനെയുള്ള സിനാരിയോ, ഇമ്മീഡിയറ്റ് ബിസിനസ് മീറ്റിംഗ്സ്, ദാറ്റ് ഷുഡ് ബി പ്രൂഫ്. പിന്നെ പറയാനുള്ളത്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഏജൻസ്, ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻസ്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എക്സ്റ്റൻഷൻ ഉപയോഗിക്കാം. ബട്ട്
അത് വെച്ചിട്ട് അത് പ്രീമിയം പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. പിന്നെ ഓൾവേസ് ട്രൈ ടു ലോഗിൻ ഫ്രം മൾട്ടിപ്പിൾ ഡിവൈസസ്. നിങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ മൊബൈലിലും വേറെ ആളുടെ ടാബ്ലറ്റിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ അപ്പോൾ ഇത്രയൊക്കെ വിവരങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോയിൻമെൻറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ഗൈസ്. ചിയേഴ്സ്.